T20 ലോകകപ്പിൽ ഇന്നലെ നടന്ന നിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഏറ്റ പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. മുൻനിരയിൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കോച്ചിംഗ് സ്റ്റാഫ് ആലോചിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 76 റൺസിനാണ് ഇന്ത്യ തോറ്റത്. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ തോൽവിയാണിത്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 188 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 18.5 ഓവറിൽ വെറും 111 റൺസിന് പുറത്താവുകയായിരുന്നു. ടീമിന്റെ പ്രകടനത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻഡോഷെ ഈ മത്സരത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. 5 മത്സരങ്ങളിൽ 4ലും പാർട്ട് ടൈം ഓഫ് സ്പിന്നർമാരാണ് ഇന്ത്യയുടെ മുൻനിര വിക്കറ്റുകൾ ആദ്യ ഓവറുകളിൽ തന്നെ വീഴ്ത്തുന്നത്. 0 റൺസിന് 1 വിക്കറ്റ് എന്ന നിലയിൽ ഇന്നിംഗ്സ് തുടങ്ങേണ്ടി വരുന്നത് ബാക്കിയുള്ള താരങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും. ഒരു വലങ്കയ്യൻ ബാറ്റർ ടോപ്പ് ഓർഡറിൽ ഉള്ളത് ടീമിന് ഗുണകരമാകും എന്നാണ് ടെൻഡോഷെ പറഞ്ഞത്. ടൂർണമെന്റിൽ നമീബിയക്കെതിരായ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിച്ചിരുന്നു. അന്ന് 8 പന്തിൽ നിന്ന് 22 റൺസ് നേടി മികച്ച ഒരു തുടക്കം നൽകാൻ സഞ്ജുവിന് സാധിച്ചു. എന്നാൽ കണക്കുകൾ നോക്കിയാൽ 2025 ശേഷം ഓപ്പണർ എന്ന നിലയിൽ സഞ്ജുവിന്റെ കണക്കുകൾ അത്ര മികച്ചതല്ല. കഴിഞ്ഞ 12 ഇന്നിംഗ്സിൽ നിന്ന് 13 ശരാശരിയിൽ 156 റൺസ് മാത്രമാണ് സഞ്ജു നേടിയത്. അതിൽ പവർ പ്ലേ ഓവറുകൾ സഞ്ജു അതിജീവിച്ചത് വെറും 2 തവണ മാത്രമാണ്. നിലവിലെ ബാറ്റിംഗ് നിരയുമായി മുന്നോട്ട് പോകണോ അതോ സഞ്ജുവിനെ പോലെയുള്ള സീനിയർ താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു പരീക്ഷണം നടത്തണോ എന്ന പ്രതിസന്ധിയിലാണ് ടീം മാനേജ്മെന്റ്. ചെന്നൈയിലെ പിച്ചിലെ സാഹചര്യം കൂടി പരിഗണിച്ചാകും അന്തിമ 11 തീരുമാനിക്കുക. എന്തായാലും ഇനി സൂപ്പർ 8ൽ അവശേഷിക്കുന്ന 2 മത്സരങ്ങൾ ഇന്ത്യക്ക് അതീവ നിർണായകമാണ്. ഫെബ്രുവരി 26 ചെന്നൈയിൽ സിംബാബ്വേക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പോരാട്ടം. പിന്നീട് നേരിടേണ്ടത് വെസ്റ്റ് ഇൻഡീസിനെയാണ്. 2 മത്സരത്തിലും വലിയ മാർജിനിൽ മികച്ച റൺറേറ്റോടെ വിജയിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അല്ലെങ്കിൽ ടീമിന് സെമിഫൈനൽ കാണാതെ മടങ്ങേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ പോലും ഒട്ടേറെ പേരുടെ മനോഭാവമാണ് സഞ്ജു സാംസൺ ടീമിൽ ഇല്ലെങ്കിൽ ഇന്ത്യ പരാജയപ്പെട്ടോട്ടെ എന്നത്. ഒരു താരം ദേശീയ ടീമിൽ ഇല്ലെന്ന കാരണത്താൽ നമ്മുടെ രാജ്യം പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. അത് വെറും പ്രാദേശിക വികാരം മാത്രമാണ്. നേരത്തെ BCCIയിൽ പ്രാദേശിക കോട്ട അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായ ഡാറ്റയും പ്രകടനവും നോക്കിയാണ് ടീമിലെ സെലക്ഷൻ. അവസരങ്ങൾ നൽകാതെ ഒരു താരത്തെ പുറത്ത് ഇരുത്തുന്നത് നമുക്ക് വിമർശിക്കാം. നിരന്തരം അവസരങ്ങൾ നൽകിയിട്ടും പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും കാത്തിരിക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. നിർണായക ഘട്ടങ്ങളിൽ സ്ഥിരത തെളിയിക്കാൻ കഴിയാത്ത താരങ്ങളെ ഒഴിവാക്കുന്നത് വ്യക്തിവിരോധമായി കാണാൻ പാടില്ല. ഒന്ന് ഓർത്തു നോക്കുക, ശ്രേയസ് അയ്യരും ജയ്സ്വാളും ഗെയ്ക്വാദും അതേപോലെ ഡസൻ കണക്കിന് പ്രതിഭകൾ ടീമിന് പുറത്താണ്. ഇന്നലെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിന് പോലും അവസരം ലഭിച്ചിരുന്നില്ല. ടീം മാനേജ്മെന്റ് ചെയ്യുന്ന എല്ലാം 100% ശരിയാകണം എന്നില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും ജയിക്കാൻ തന്നെയാണ് കളിക്കുന്നത്. ടീം സെലക്ഷനിൽ പാളിച്ചകൾ ഉണ്ടായാൽ അത് തിരുത്തി നല്ല ടീമിനെ തന്നെ ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ദേശീയ ടീം ലോകകപ്പിൽ കളിക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ ലോബി എന്നൊക്കെ പറഞ്ഞ് പ്രാദേശിക വികാരം ഇളക്കിവിടുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇന്ത്യൻ ടീമിനെ വിമർശിക്കാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ത്യൻ ടീം തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് തെറ്റ്. എന്നും എക്കാലവും ഇന്ത്യ ജയിക്കാൻ തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒന്നായി മാറിയത്.